സ്കൂൾ പാചക തൊഴിലാളി സംഘടന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന 48 മണിക്കൂർ സമരം ഇന്ന് അവസാനിക്കും. സ്കൂൾ പാചക തൊഴിലാളികളെ പാർട്ട് ടൈം ജീവനക്കാരായി പ്രഖ്യാപിക്കുക, ദിവസവേതനം 1000 രൂപയായി ഉയർത്തുക, അധ്വാന ഭാരം കുറയ്ക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാചക തൊഴിലാളി പ്രതിഷേധം അതിജീവന സമരം നടത്തുന്നത്. അധ്വാനഭാരം കുറയ്ക്കണമെന്നും തരാനുള്ള കുടിശ്ശിക തുക എത്രയും പെട്ടെന്ന് തരണമെന്നും ആവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന 48 മണിക്കൂർ സമരം ഇന്ന് അവസാനിക്കും. അധ്വാനഭാരം കുറയ്ക്കണമെന്നും കൃത്യമായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകണമെന്നും സമരസമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് ശകുന്തള പറഞ്ഞു. അതുപോലെ തന്നെ 600 രൂപ ശമ്പളം, ഈ 600 രൂപ ശമ്പളം ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് തീരുമാനിച്ചതാണ്. ആ ശമ്പളമാണ് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ കയറി നാളിതുവരെയായിട്ട് 2 വട്ടം 500 രൂപ വീതം 100 രൂപ വീതം കൂട്ടി. അപ്പോഴാണ് 600 രൂപ, അത് 500 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൽ അത് 1000 രൂപയാക്കി ഞങ്ങൾക്ക് ഒരു ദിവസം ശമ്പളം തരണം. കൂടാതെ 2000 മുതൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നത് മാറ്റി 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന മാനദണ്ഡം നടപ്പിലാക്കണമെന്നും ശകുന്തള പറഞ്ഞു. നിരന്തരമായ സമരത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ശമ്പളം കിട്ടാറുള്ളത്. 3 മാസം 4 മാസം ശമ്പളം മുടങ്ങും, അതിനൊരു സമരം ചെയ്യും, വീണ്ടും 1 മാസത്തെ ശമ്പളം തരും. ഇതേ രീതിയിലാണ് ഇപ്പം 2019 മുതൽ തുടർന്നു പോകുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഈ സമരം നടത്താനുള്ള പ്രധാന കാരണം അധ്വാനഭാരം കൂടുതലാണ്. 500 കുട്ടികൾ വരെയാണ് ഇപ്പോൾ ഒരു തൊഴിലാളിയെ തീരുമാനിച്ചിരിക്കുന്നത്. 2000-ൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഈ കുട്ടികളുടെ ജോലിഭാരം കൂടുതലായതുകൊണ്ട് 250 കുട്ടികൾക്ക് ഒരാളെന്നുള്ളത് പ്രാബല്യത്തിൽ വരണമെന്ന്. പക്ഷേ നാളിതുവരെയായിട്ടും ഈ 25 വർഷക്കാലമായി അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഈ 500 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇത്. 3 കൂട്ടം കറിയും പാലും മുട്ടയും എല്ലാം വെച്ചാണ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്നത്. വിഭവസമൃദ്ധമായ ഭക്ഷണം അതാത് ക്ലാസ്സുകളിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഒരു തൊഴിലാളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നുള്ളത് പ്രാബല്യത്തിൽ വരണം. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. മുൻ സർക്കാർ ഇരുന്നപ്പോൾ ഉള്ള ശമ്പളം മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. 1000 രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. സമരത്തിൽ നീതി ലഭിച്ചില്ല എങ്കിൽ തുടർ സമരം നടത്തുമെന്നും പറഞ്ഞു. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും യാതൊരുവിധ ആനുകൂല്യങ്ങളും പാചക തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നും അവരെ കണ്ടിജൻസി ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങൾ പലതും കൊണ്ടുവരുന്നുണ്ട്. ആ തൊഴിൽ നിയമത്തിലൊന്നും ഈ സ്കൂൾ പാചക തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നില്ല. യാതൊരുവിധ ആനുകൂല്യവും ഈ തൊഴിലാളികൾക്കില്ല. ഓണം വരുന്നു, പെരുന്നാൾ വരുന്നു, എന്ത് കാര്യം വന്നാലും ഈ തൊഴിലാളികൾക്ക് യാതൊരുവിധ ആനുകൂല്യവും ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഇവരെ ഒരു കണ്ടിജൻസി ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. ഒരു നിശ്ചിത തൊഴിൽ, അതിനൊരു വരുമാനം, അത് അതാത് മാസത്തിൽ കിട്ടാനുള്ള വഴി സർക്കാർ കാണിക്കണം. സർക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയാണ്. സർക്കാരിന് നിരന്തരം നിവേദനങ്ങൾ കൊടുക്കുകയാണ്. 2 മാസത്തിലൊരിക്കൽ ഞങ്ങൾ പോയി സർക്കാരിനെ കണ്ട് നിവേദനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും തിരിച്ച് കാണുന്നില്ല. അവർ പറയുന്ന ആലോചിക്കാം, കേന്ദ്രത്തിൽ നിന്ന് തരേണ്ടുന്നതാണ്. ഇത് കേന്ദ്രത്തിൻ്റെ 60%, കേരളത്തിൻ്റെ 40% സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം. അപ്പോൾ അതിൽ കേന്ദ്രം തരുന്നില്ല, അതുകൊണ്ട് കേന്ദ്രം തന്നതിന് ശേഷം ഞങ്ങൾ പറയാം എന്നാണ് അവർ മറുപടി പറയുന്നത്. കേന്ദ്രത്തിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അല്ല, ഇതിപ്പോൾ 2 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന സമരമാണ് നടത്തിയത്. സമരം ഇതിനൊരു പ്രതിഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ സമരം തുടർന്ന് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. M5 ന്യൂസ്, തിരുവനന്തപുരം.